ദുരന്തമുഖത്ത് എന്ന് കരുതിച്ച ഒരു നിമിഷത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് 4 പേരെ രക്ഷിച്ചു കൊണ്ടുവന്ന ഒരു മനോഹരമായ അല്ലെങ്കിൽ അങ്ങേയറ്റ സന്തോഷം പകരുന്ന ആത്മവിശ്വാസം പകരുന്ന സാഹസിക രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകൾ പ്രേക്ഷകർ കണ്ടത്. ചിറ്റൂർ പുഴയിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങളാണ്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് അവിടെ ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് ഇതുപോലെ പാറയ്ക്ക് നടുവിൽ ചിറ്റൂർ പുഴയിലെ നടുവിലെ പാറക്കെട്ടിൽ 4 അംഗ കുടുംബം കുടുങ്ങിപ്പോയത്. പ്രായമായ 2 പേർ അച്ഛനും അമ്മയും 2 യുവാക്കളുമായിരുന്നു കുടുങ്ങിയത്. ഏതായാലും അവരെ 4 പേരെയും സുരക്ഷിതമായി കൊണ്ടുവരാൻ കരയിലേക്ക് എത്തിക്കുവാൻ ഫയർഫോഴ്സിന് സാധിച്ചു. അവരുടെ സാഹസിക രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. നിഖിൽ പ്രമേഷ് തുടരുന്നുണ്ട്. നിഖിൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാലക്കാട് നിന്ന് റിപ്പോർട്ട് ചെയ്തത് അത്ര ശുഭകരമായ വാർത്തകളല്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം വെള്ളച്ചാട്ടത്തിൽ വീണൊരു യുവാവ് മരിക്കുന്ന സാഹചര്യം അടക്കമുണ്ടായി. പക്ഷേ ഈ മുന്നറിയിപ്പുകളുണ്ട്. അപ്പോഴും ആളുകൾ ഒരു ആത്മവിശ്വാസ കൂടുതലുണ്ടാവാം പലയിടത്തും ഇറങ്ങുന്നു. ഇവരൊരു പക്ഷേ അവരുടെ ജീവിത സാഹചര്യം കൊണ്ട് ഇറങ്ങിയതായിരിക്കാം. പക്ഷെ അല്ലാതെയും ഇപ്പോഴും ഇത്തരം ഇടങ്ങളിലേക്കൊക്കെ യാത്ര നടത്തുന്നവരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും ഗോകുൽ, ഇന്നിപ്പോ രാവിലെ അമ്മയും മകനും വീട് അതിശക്തമായ മഴയിൽ തകർന്നു വീണ് മരിച്ച വാർത്ത നമ്മൾ കണ്ടത്. അങ്ങനെ അത്തരത്തിൽ ഒരുപാട് ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതും ഈ മഴയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇപ്പോൾ ഉണ്ടായ ഈ സാഹചര്യവും മഴയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. കാരണം ചിറ്റൂർ പുഴയിൽ ഇങ്ങനെ ഈ തരത്തിൽ ജലനിരപ്പ് ഉയരുക അത്രമേൽ പ്രളയ സാഹചര്യം ഉണ്ടാകുന്ന ഘട്ടങ്ങളിലാണ്. ഇതൊട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇപ്പൊ പൊടുന്നതിനെ ഇങ്ങനെ ജലനിരപ്പ് ഉയരുകയും ഒഴുക്ക് കൂടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇവർ ഈ പാറക്കും അഭയം പ്രാപിക്കുന്ന സാഹചര്യം. നമുക്ക് മറ്റെവിടേക്ക് എത്തിച്ചേരാൻ അതാ ചിറ്റൂരിൽ അതിസാഹസികമായ രക്ഷാദൗത്യമാണ് കഴിഞ്ഞ മണിക്കൂറുകൾ കണ്ടത്. ഒരുപാട് നമ്മൾ ആശങ്കപ്പെട്ടു. ഒരുപക്ഷെ ആ പാറക്കെട്ടിൽ നടുവ് നിന്ന് അച്ഛനും അമ്മയൊക്കെ തിരിച്ച് കരക്കെത്തിയപ്പോൾ അത്ര പേടിച്ചില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഈ ദൃശ്യങ്ങൾ കണ്ടു നിന്ന അല്ലെങ്കിൽ ആ പുഴയുടെ കരയിൽ നിന്ന മനുഷ്യരൊക്കെ ഒരുപാട് തീതി നിന്നെന്ന് പറയാം. അത്രയും ആശങ്കപ്പെട്ട നിമിഷങ്ങളായിരുന്നു. അതിനുശേഷം ഏതായാലും ആ 4 പേരെയും സുരക്ഷിതരായി പുറത്തെത്തിക്കുവാൻ കഴിഞ്ഞു. വെള്ളം വലിയ അപകടമുണ്ടാക്കുന്ന ഒരു സമയമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഏതായാലും ഈ ചിറ്റൂർ പുഴയിലെ അപകടം അല്ലെങ്കിൽ അപകട സമാനമായൊരു സാഹചര്യം, ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ്. 4 പേരാണ് ചിറ്റൂർ പുഴയിൽ, ഒരു കുടുംബത്തിൽ 4 പേരാണ് കുടുങ്ങിപ്പോയത്. അവർ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു പുഴയിൽ. പെട്ടെന്നാണ് ജലനിരപ്പ് ഉയർന്നത്. ആ ജലനിരപ്പ് ഉയർന്നതോടുകൂടി അവർക്ക് പുഴ മുറിച്ച് കടക്കുവാൻ, പുഴയുടെ മധ്യഭാഗത്തോടടുത്താണ് അവർ നിന്നത്. അവിടെ നിന്ന് കരയിലേക്ക് വരാൻ അവർക്ക് കഴിയാതെ കുടുങ്ങിപ്പോകുന്നൊരു സാഹചര്യം. ഏതായാലും വളരെ സമാധാനത്തോടുകൂടി അവരെ അവിടെ തന്നെ അവിടെ നിന്ന് എങ്ങോട്ടേക്ക് നീങ്ങാതെ അവർക്ക് ആത്മവിശ്വാസം പകർന്ന് ഫയർഫോഴ്സും പോലീസും ആ നാട്ടുകാരും ജനപ്രതിനിധികളും ഒക്കെ ചേർന്ന്, മന്ത്രി കെ കൃഷ്ണൻകുട്ടി അടക്കമുള്ള ജനപ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ആത്മവിശ്വാസം പകർന്നതുകൊണ്ട് അവരെ അവിടെ തന്നെ നിലയുറപ്പിക്കാൻ നിർദ്ദേശിച്ചു. ഒടുവിൽ വളരെ സുരക്ഷിതമായി അവർക്ക് വേണ്ട കയറും അതുപോലെ തന്നെ ലൈഫ് ജാക്കറ്റുകളും ട്യൂബുകളും ഒക്കെയായി സുരക്ഷിതരാക്കി അവരെ, പ്രായമുള്ള മനുഷ്യരുൾപ്പെടെ, ഒരു പോറലോ ഒരു മുറിവോ ഒരു പരിക്കോ ഇല്ലാതെ വളരെ സുരക്ഷിതരായി അവരെ 4 പേരെയും കരയിലെത്തിച്ചു. അവർ വന്ന ശേഷവും അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ്. ആദ്യം ചെറുതായൊന്ന് പേടിച്ചെങ്കിലും സുരക്ഷിതരായി എത്തിയതിൻ്റെ വലിയ ആശ്വാസം അവരുടെ മുഖത്തുണ്ട്. പ്രത്യേകിച്ച് ഈ രക്ഷാപ്രവർത്തനവും നമ്മൾക്കും വലിയ ആത്മവിശ്വാസമായി. ഇരച്ചൊഴുകുന്ന പുഴയാണ്. 2 വശത്തും അവർ നിന്ന ഒരു പാറക്കെട്ട് മാത്രമാണ് അല്പം ഉയരത്തിലുണ്ടായിരുന്നത്. ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. പല ലെവൽസ്, പല തലങ്ങളിൽ ഇങ്ങനെ നേരെ ഒഴുകുന്ന പുഴയുമല്ല, ഇടിച്ചു കുത്തി ഒഴുകുന്നൊരു പുഴ. അവിടെ ഒരുപാട് അപകട സാധ്യത ഉണ്ടെന്നുള്ളത് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ വ്യക്തമാണ്. പക്ഷേ അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു ജലനിരപ്പല്ല. ആ സാധാരണ നിലയിൽ അവിടെ കുളിക്കാൻ ഇറങ്ങുന്നതാണ്. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് വല നെയ്യുകയും ഒക്കെ ചെയ്യുന്ന കുടുംബവുമാണ്. അതുകൊണ്ട് തന്നെ പുഴയുമായി ബന്ധപ്പെട്ടാണ് അവരുടെ ജീവിതം. അങ്ങനെ അവരിറങ്ങിയതാണ്. അവിടെ കുളിക്കുന്നതിനിടയിൽ പെട്ടെന്ന് വലിയ തോതിൽ ജലമുയർന്നു. അത് മൂലത്തറ റെഗുലേറ്ററിൽ നിന്ന് ജലനിരപ്പ് ഉയർന്നതോടെ വെള്ളം തുറന്നു വിട്ടത് കൂടിയാണ് ഈ പുഴയിലെ ജലനിരപ്പ് ഉയരാൻ കാരണമെന്ന് പറയുന്നുണ്ട്. ഏതായാലും ആ ജലനിരപ്പ് ഉയർന്നതോടുകൂടി അവർക്ക് പിടിച്ചു നിൽക്കാനാവാത്തൊരവസ്ഥയായി. അവിടെ നിന്നാണ് ഈ 4 പേരെയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ അത്ര മുഖാമുഖം കണ്ട ഒരു നിമിഷങ്ങൾ കടന്നുപോയാണ് അവരിപ്പോൾ സുരക്ഷിതരായി കരയിലെത്തിയിരിക്കുന്നത്. നിഖിൽ, ഇവരെ ആശുപത്രിയിലേക്ക് മറ്റോ മാറ്റുന്നുണ്ടാവുമോ? സ്വാഭാവികമായും ഒരു സംഭ്രമം പരിഭ്രമം ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും അവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർക്കൊപ്പമുള്ള പുരുഷന്മാരൊന്നും തന്നെ ചികിത്സ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ
ഈ സ്ത്രീക്ക് ഇത്രയധികം സമയം ഇങ്ങനെ നിന്നതുകൊണ്ട് അവർക്ക് നേരിയ ദേഹാസ്വാസ്ഥ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ സംഭവ സ്ഥലത്ത് ഏതാനും നിമിഷങ്ങൾ അവരുണ്ടായിരുന്നു. അവരെ കരക്കെത്തിച്ച ശേഷം മന്ത്രിയുമായൊക്കെ സംസാരിച്ചു, അദ്ദേഹവുമായി കുശലം പങ്കിടുകയൊക്കെ ചെയ്തു. അവർ വളരെ കൂളായാണ്. അവർ വലിയ ആശങ്കയൊന്നും തന്നെ പങ്കുവച്ചിരുന്നില്ല. പക്ഷേ പുറത്തു നിന്ന് ഇത് കണ്ടു നിന്ന ആളുകൾക്കാണ് വലിയ രീതിയിൽ ഭീതി ഉണ്ടാക്കിയത്. കാരണം 4 പേരിങ്ങനെ ഒരു പാറയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ അവരവിടെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ഫയർഫോഴ്സ് സംഘത്തിന് ഇവർക്ക് അരികിലേക്ക് ആദ്യഘട്ടത്തിൽ എത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. അത്രമേൽ ഒഴുക്കാണ് ഉണ്ടായത്. ഇതൊക്കെ ആശങ്ക സൃഷ്ടിക്കുന്നത് അവിടെ കൂടിയിരുന്ന ആളുകൾക്ക്. എന്തായാലും ഏതാണ്ട് 40 മിനിറ്റോളം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 40 മിനിറ്റോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ഈ 4 പേരെയും കരക്കെത്തിക്കാൻ കഴിഞ്ഞത്. ആദ്യം ഏറ്റവും ദുഷ്കരമാകുമെന്ന് കരുതിയ ആകത്തിന്, അതായത് ഈ വയോധികയെ തന്നെയാണ് ആദ്യം കരക്കെത്തിച്ചത്. അവർക്ക് ലൈഫ് ജാക്കറ്റുകൾ ധരിപ്പിച്ച് വടം കൊണ്ട് ഇരുഭാഗങ്ങളിലും വരെ ബന്ധിതമാക്കി മുന്നിലും പുറകിലുമായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നിന്നാണ് ഈ വയോധികയെ രണ്ടാമത്തെ ഏറ്റവും രക്ഷാപ്രവർത്തനത്തെ. എന്തായാലും ആശ്വാസകരമായ വാർത്തയും ദൃശ്യങ്ങളുമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ വന്നത്. അങ്ങേയറ്റം ആശങ്കപ്പെട്ട നിമിഷങ്ങളിൽ നിന്ന് വളരെ സുരക്ഷിതരായ 4 പേരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ, അത് അങ്ങേയറ്റം സമാധാനവും സന്തോഷം നൽകുന്ന ഒരു വാർത്ത കൂടിയാണ്. വലിയ ആശങ്കയിലാണ് ആദ്യ മണിക്കൂറുകളിൽ, ആദ്യ നിമിഷങ്ങളിൽ ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത്. പുഴയുടെ നടുവിൽ കുടുങ്ങിപ്പോയ, ഒറ്റപ്പെട്ടു പോയ 4 മനുഷ്യർ, അവരുടെ സ്ഥിതി എന്താകുമെന്ന വലിയ പേടി നമുക്കുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഫയർഫോഴ്സും നമ്മുടെ സംവിധാനങ്ങളും ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെ സംയോജിതമായ ഇടപെടൽ, അതിസാഹസികമായ രക്ഷാപ്രവർത്തനം ഫയർഫോഴ്സ് നടത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം വലിയ പരിശ്രമം നടത്തിയിട്ടും നമുക്ക് ഫലപ്രാപ്തിയിലെത്താതെ പോയ പല ദൗത്യങ്ങളുടെയും ഒരു പിന്നാലെയാണ് ഈ സംഭവം. ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ സന്തോഷം, അല്ലെങ്കിൽ അത് നൽകുന്ന ഒരു സമാധാനം നമുക്ക് പങ്കുവെക്കാനാവുന്നത്. ഏതായാലും ആ 4 മനുഷ്യരെയും സുരക്ഷിതമായി ചിറ്റൂർ പുഴയിൽ നിന്ന് രക്ഷപ്പെടുത്താനായി.